ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കൺവേ ചെയ്യുന്നത് വെച്ചാൽ യു ഷുഡ് ഡു യുവർ റൊട്ടേഷൻ ബാലൻസിങ് എലമെൻറ്റ് എവറി 5000 കിലോമീറ്റേഴ്സ്. നമുക്ക് ടൈം ഫ്രെയിം വിഷയമില്ല. അത് ചിലപ്പോൾ 6 മാസമാവും, 1 കൊല്ലമാവും, 2 കൊല്ലമാവും. ബട്ട് 5000 കിലോമീറ്റർ റൊട്ടേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാറ്. ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം വെച്ചാൽ നമ്മളുടെ പൊതുവേ ഉള്ളൊരു ടയർ വെയർ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കമ്പയർഡ് ടു ദ റിയർ ഫ്രണ്ട് ടയറിനാണ് തേയ്മാനം കൂടുക. ഈ ഫ്രണ്ട് ടയറിൽ തന്നെ ഫ്രണ്ട് റൈറ്റിനെ അപേക്ഷിച്ചിട്ട് ഫ്രണ്ട് ലെഫ്റ്റിനാണ് തേയ്മാനം കൂടുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഇത് കറക്റ്റായിട്ട് 4 സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ ഡ്യൂറബിലിറ്റി മാക്സിമം കിട്ടുക. ഒന്നും ചെയ്യാതെ ഒരു 25-30 ഓടുകയാണെങ്കിൽ ഇത് ചെയ്യുവാണെങ്കിൽ ഒരു 50,000 എബവ് കിലോമീറ്റേഴ്സ് ഓടാനുള്ള സ്കോപ്പ് ഇതിനുണ്ട്. അപ്പോൾ ഇത് കഴിയുന്നതും മിസ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് റിക്വസ്റ്റ് ഈ ലക്ഷറി സെഗ്മെൻറ്റ് ഓണേഴ്സിനോടാണ്. കാരണം എന്താ വെച്ചാൽ അവർക്ക് കമ്പനി സർവീസ് വരുന്നത് 15,000 കിലോമീറ്റേഴ്സിലാണ്. പൊതുവേ ആ ഒരു ടൈം ഫ്രെയിമിലാകുമ്പോൾ ഇവർ ഷോറൂമിൽ എത്തുള്ളൂ. ഒരു GLS അങ്ങനത്തെ ഒരു വണ്ടികളുടെ കാറ്റഗറിയാണ്. അപ്പോൾ അതിലൊരു കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയിൽ ഇവർ റൊട്ടേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ 15,000 കിലോമീറ്റേഴ്സിലേക്ക് സർവീസിന് പോകുമ്പോഴത്തേക്ക് ഏകദേശം ടയർ മാറ്റാനുള്ള സ്ഥിതിയായിട്ടുണ്ടാവും. ഒരു 10,000 കിലോമീറ്റേഴ്സൊക്കെ ശരിക്കും ഓടിക്കാവുന്ന ഒരു ടയറായിരിക്കാം. പക്ഷേ ആ റൊട്ടേഷനൊന്നും വരാത്തതുകൊണ്ടും ഇത് റീപ്ലേസ്മെൻറ്റ് സെക്ഷനിലേക്ക് ഇതിന് അപ്പോൾ അത്രയും കുറഞ്ഞ കിലോമീറ്റർ അവർ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ വെറുതെ കാശ് കളയാതിരിക്കാൻ ഈ ഒരു റൊട്ടേഷനും ബാലൻസിങ് അലൈൻമെൻറ്റ് ഒരു 5,000 ചെയ്താൽ ഇറ്റ്സ് എ കോസ്റ്റ് സേവിങ് ഫോർ ദം. പിന്നെ വെറുതെ ടയർ മാറ്റേണ്ട ഒരു ആവശ്യകത അവിടെ ഇല്ല. അത് ഷോറൂമിൽ ചെയ്താലും കുഴപ്പമില്ല, OEMs ചെയ്താലും കുഴപ്പമില്ല, എവിടെ നിന്ന് ചെയ്താലും കുഴപ്പമില്ല. ബട്ട് എൻഷുർ ദാറ്റ് ഈസ് ബീങ് ഡൺ അറ്റ്ലീസ്റ്റ് 5,000 കിലോമീറ്റേഴ്സ്. അത് നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ലാഭം വരുന്നത്.